ഡോക്ടർ വന്ദനദാസ് കൊലപാതക കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചു. കൊല്ലുമെന്ന് ആക്രോശിച്ചുകൊണ്ട് പ്രതിയായ സന്ദീപ് ഡോക്ടർ വന്ദനദാസിന്റെ പുറത്തും തലയിലും കുത്തിയെന്ന് ഒന്നാം സാക്ഷി ഡോക്ടർ മുഹമ്മദ് ഷിബിൻ കോടതിയിൽ പറഞ്ഞു. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് ഡോക്ടർ വന്ദനദാസിന്റെ പിതാവ് മോഹൻദാസ് 24-നോട് പറഞ്ഞു. കേസിലെ ആദ്യത്തെ 50 സാക്ഷികളുടെ വിസ്താരമാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ തുടങ്ങിയത്. കൊലപാതക സമയത്ത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വന്ദനദാസിനൊപ്പമുണ്ടായിരുന്ന ഒന്നാം സാക്ഷിയായ ഡോക്ടർ മുഹമ്മദ് ഷിബിനെയാണ് ഇന്ന് വിസ്തരിച്ചത്. സന്ദീപ് തന്നെയാണ് കൊലയാളിയെന്ന് പ്രതിയെ ചൂണ്ടി ഷിബിൻ കോടതിയിൽ വ്യക്തമാക്കി. ഒരടിയോളം വലുപ്പമുള്ള സ്റ്റീൽ നിറത്തിലുള്ള കത്രിക ഉപയോഗിച്ച് വന്ദനയുടെ പുറത്തും തലയിലും സന്ദീപ് കുത്തിയെന്ന് ഷിബിൻ കോടതിയിൽ മൊഴി നൽകി. വിസ്താരത്തിനൊപ്പം തന്നെ ക്രോസ് വിസ്താരവും ആരംഭിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ സാക്ഷിമൊഴികൾ ഒന്നിച്ച് രേഖപ്പെടുത്തിയ ശേഷം മാത്രം ക്രോസ് വിസ്താരം നടത്തിയാൽ മതിയെന്നാവശ്യപ്പെട്ട് പ്രതിഭാഗം കോടതിയിൽ അപേക്ഷ നൽകി. ഒന്നാം സാക്ഷിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പ്രതിഭാഗം ആരോപിച്ചു. സാങ്കേതിക വിദഗ്ധന്റെ സഹായത്തോടെ CCTV ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിക്കണമെന്ന ആവശ്യവും പ്രതിഭാഗം ഉയർത്തി. കേസിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ഡോക്ടർ വന്ദനദാസിന്റെ പിതാവ് 24-നോട് പറഞ്ഞു. പ്രതിക്ക് നമ്മുടെ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. 131 സാക്ഷികളാണ് കേസിലുള്ളത്. 24 കൊല്ലം.